വാർത്താ ബുള്ളറ്റിൻ തുടരുന്നു. ഗവർണർക്കെതിരായ നിലപാട് കടുപ്പിച്ച് കേരള സർവകലാശാല. ഗവർണർക്കെതിരെ വീണ്ടും കേരള സർവകലാശാല സെനറ്റ് പ്രമേയം പാസാക്കി. 7-നെതിരെ 50 വോട്ടുകൾക്ക് ആണ് പ്രമേയം പാസായത്. ഇക്കാര്യത്തിൽ സെനറ്റ് ഒരു പുനരാലോചന നടത്തുന്നു. ചാൻസലർ നോട്ടിഫിക്കേഷൻ പിൻവലിക്കുന്ന മുറയ്ക്ക് സെനറ്റിന്റെ പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നതിന് സർവകലാശാലയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് കഴിയുന്ന രൂപത്തിൽ ഉള്ള റെസൊല്യൂഷനാണ് ഇന്ന് അംഗീകരിച്ചത്. പങ്കെടുത്ത 50 അംഗങ്ങൾ ആ നിലപാടാണ് സ്വീകരിച്ചത്. അതിന് വ്യത്യസ്തമായ രൂപത്തിൽ 7 പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അങ്ങനെ 57 പേർ വോട്ട് രേഖപ്പെടുത്തി. 50 പേർ ഈ നിലയിൽ ഇത് റീകൺസിഡർ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ചാൻസലറോട് അഭ്യർത്ഥിക്കുകയും റീകൺസിഡർ ചെയ്യുന്ന മുറയ്ക്ക് സർവകലാശാലയുടെ പ്രതിനിധിയെ കൊടുക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയമായ ഒരു പ്രശ്നവും ഇതിനകത്തിലില്ല. ഇത് നിയമപ്രശ്നമാണ്. ഞങ്ങൾ തുടക്കം പോലെ പറയുന്ന നിയമപ്രശ്നമാണ്. നമ്മളിപ്പോ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളിനെ കൊടുത്താൽ സ്വാഭാവികമാണല്ലോ. വൈസ് ചാൻസലർ നിയമനത്തിന് അനേകം പേർ അപേക്ഷ കൊടുക്കും. ഒരാളിന് കൊടുത്താൽ അപ്പോൾ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു നിലയിലാണ് ഈ നോട്ടിഫിക്കേഷൻ. കാരണം നോട്ടിഫിക്കേഷൻ അപൂർവമാണ്. ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിട്ടേ ഇല്ല. എങ്ങനെ സംഭവിച്ചു എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഇങ്ങനെ നോട്ടിഫിക്കേഷൻ പറ്റില്ല. നമ്മുടെ നിയമത്തിൽ ഒരിടത്തും 2 പേരെ വെച്ച് ചെയ്യാനോ പിന്നീട് ഇൻക്ലൂഡ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. 3 പേരെ ഒന്നിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് സർവകലാശാല നിയമത്തിൽ പറയുന്നത്. നിയമത്തിൽ ഒരു സ്ഥലത്തും ഇൻക്ലൂഷൻ പറഞ്ഞിട്ടില്ല. ഒന്നിച്ച് ചെയ്യാനാണ്. കഴിഞ്ഞകാല പാരമ്പര്യവും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ടൈമിൽ ഇപ്പോഴത്തെ നമ്മുടെ വൈസ് ചാൻസലർ സ്ഥാനമെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെർച്ച് കമ്മിറ്റി യുജിസിയുടെ പ്രതിനിധി ഒഴിഞ്ഞു. യുജിസിയുടെ പ്രതിനിധി ഒഴിഞ്ഞപ്പോൾ 2 പേർ മാത്രമായി. യുജിസിയുടെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയായിരുന്നു. അതാണ് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ കീഴ്വഴക്കം അതാണ്. എന്നാൽ മാത്രമേ നിയമപരമായി നിലനിൽപ്പുള്ളൂ. ഞങ്ങൾ നിയമമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. നമുക്ക് ഒരു കാരണവശാലും ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന വൈസ് ചാൻസലറാണല്ലോ അപ്പോയിന്റ് ചെയ്യുന്നത്. ഗവൺമെന്റോ ഞങ്ങളല്ല, ഈ സെർച്ച് കമ്മിറ്റിയാണ് ആളിനെ അത് തുടക്കത്തിൽ തന്നെ നിയമ നടപടിക്ക് വിധേയമാവുന്നതാണ്. നിലവിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ, നിലവിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന കമ്മിറ്റി അങ്ങനൊരു കമ്മിറ്റിയാണ്. അത് ആ നിയമപരമായി നിലനിൽപ്പില്ലാത്ത ഒരു കമ്മിറ്റിയുടെ പുറകെ പോയി നമ്മുടെ സർവകലാശാല വീണ്ടും നിയമപ്രശ്നങ്ങളിൽ അകപ്പെടരുത്. നല്ല സമർത്ഥനായ ഒരു വൈസ് ചാൻസലറെ കേരള സർവകലാശാലയ്ക്ക് ലഭിക്കാൻ കഴിയുന്ന രൂപത്തിൽ നിയമത്തിന് അനുരോധമായ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ബഹുമാനപ്പെട്ട ചാൻസലറോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ല കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന കാര്യത്തിലേക്കാണ്. കോടതി ഈ പ്രശ്നത്തിൽ കടന്നിട്ടില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ സെർച്ച് കമ്മിറ്റിയുടെ ഘടനയും അതുമായി ബന്ധപ്പെട്ട അതിലേക്ക് കോടതി കടന്നിട്ടില്ല. കോടതി 15 പേരെ സെനറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അതിന്മേലുള്ള വാദങ്ങൾക്കിടയിലുള്ള സെർച്ച് കമ്മിറ്റിയുടെ ഘടനയെ സംബന്ധിച്ച ഞങ്ങൾ നിയമപരമായ നിലപാടാണ്. അല്ല ഞങ്ങൾ ആരെങ്കിലും തോക്കുക ആരെങ്കിലും ജയിക്കുക അങ്ങനെയുള്ള പ്രശ്നമില്ല. ഇങ്ങനൊരു സെർച്ച് കമ്മിറ്റിയായിട്ട് പോയാൽ അതിന് നിലനിൽപ്പില്ല. കോടതി നിർദ്ദേശിച്ചാൽ എന്തുവേണം നമുക്ക് അന്നേരം ആലോചിക്കാം. നിയമപരമായിട്ടുള്ള കോടതി പറഞ്ഞാൽ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റും. കോടതി നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ കോടതിക്കും പറയാൻ കഴിയും. അതല്ലേ കോടതി ചെയ്യുള്ളൂ. കോടതി നിയമം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അതിന് വിരുദ്ധമായി ചെയ്യാൻ കോടതിക്ക് പറയൂ. എല്ലായിടത്തും നിയമമാണല്ലോ. നമ്മളെല്ലാവരും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയ. സർവകലാശാലയുടെ മുന്നോട്ട് പോക്കിന് കഴിയുന്ന രൂപത്തിൽ നമുക്ക് വൈസ് ചാൻസലർ എടുക്കണം. അതിന് കഴിയുന്ന സെർച്ച് കമ്മിറ്റി ഉണ്ടാവും. അതേ ഉള്ളൂ ഞങ്ങളുടെ നിലപാട്. ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ്. യാതൊരു സംശയവുമില്ല, ചാൻസലർക്ക് എതിരല്ല ഈ പ്രമേയം. ആ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. ഇത് ആർക്കും എതിരായിട്ടുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. ഞങ്ങൾ ആർക്കും എതിരായിട്ടുള്ള, ഞങ്ങൾ ഇതെല്ലാം നിയമപരമായിട്ടാണ് പറഞ്ഞത്. സാങ്കേതികമല്ല. അതെ, അതെ, അങ്ങനെ പ്രൊവിഷൻ ഇല്ല.
അദ്ദേഹം നിലവിൽ എടുത്ത ആൾ അദ്ദേഹം ഒഴിഞ്ഞപ്പോൾ ഇവിടുന്ന് വൈസ് ചാൻസലർ കത്തെഴുതി അദ്ദേഹം ഒഴിഞ്ഞു, പുതിയ ആളിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി സെനറ്റ് മീറ്റിംഗ് വിളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചെന്ന് ഓഗസ്റ്റ് മാസം 4-ാം തീയതി വൈസ് ചാൻസലർ ഉത്തരവിട്ട അതിന്റെ കൂടെ ചേർത്ത് അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിച്ചു. ദൗർഭാഗ്യവശാൽ ഓഗസ്റ്റ് 5-ന് സർവകലാശാലയുടെ പ്രതിനിധിയില്ലാതെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ ഇത് നിയമപരമല്ല, അതാണ് പ്രശ്നം. മുൻകാലങ്ങളിലെല്ലാം 3 പേരെ ചേർത്തേ ഉണ്ടായി. സെനറ്റ് യോഗത്തിന് ശേഷം കേരള സർവകലാശാലയിലെ സെനറ്റ് പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഗവർണർക്കെതിരെ വീണ്ടും കേരള സർവകലാശാല പ്രമേയം പാസ്സാക്കി എന്നുള്ളതാണ്. 7-നെതിരെ 50 വോട്ടുകൾക്കാണ് ഈ പ്രമേയം പാസ്സായത്. നിലപാട് അവർ കുറച്ചുകൂടി കർക്കശമാക്കുകയാണ്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.